ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു EJU Plus അക്കാഡമി. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡിൻ്റെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 27 സമാധാനവും സുരക്ഷിതത്വവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ. സോഷ്യൽ സയൻസിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണ് ഈ ഒരു സമാധാനവും സുരക്ഷിതത്വവും. ഇതോടുകൂടി നമ്മുടെ സോഷ്യൽ സയൻസ് ചാപ്റ്റേഴ്സ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സമാധാനവും സുരക്ഷിതത്വവും എപ്രകാരമാണ്, അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ നമ്മുടെ ഗവൺമെൻറ് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യുന്നത്, അതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്, അതുപോലെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചേരിചേരാ പ്രസ്ഥാനം എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. അപ്പം നമുക്കറിയാം അല്ലേ, നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണ് രണ്ട് തരത്തിലാണ് നമ്മുടെ ഭരണം നടത്തുന്നത്. എങ്ങനെയാണ്, നമുക്ക് കേന്ദ്ര സർക്കാരുമുണ്ട്, അതുപോലെ സംസ്ഥാന സർക്കാരുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭരണമൊക്കെ എന്താണ്, നമ്മുടെ ഭരണം എല്ലായിടത്തും ഒരുപോലെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംസ്ഥാനങ്ങളിലും അതുപോലെ സംസ്ഥാനങ്ങളിലൊരു സർക്കാർ, അതുപോലെ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കാനും വേണ്ടിയിട്ട് കേന്ദ്രത്തിലൊരു മറ്റൊരു സർക്കാരും ഉള്ളത്. എന്തുകൊണ്ടാണ്? ഈ ഒരു ഭരണം എല്ലായിടത്തും ഒരുപോലെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സമാധാനവും സുരക്ഷിതത്വവും എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രത്തിൽ ഉറപ്പാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഈ ഒരു സമാധാനവും സുരക്ഷിതത്വവും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, സമാധാനവും സുരക്ഷിതത്വം എന്ന് പറയുന്ന രണ്ട് ടേംസും എന്താണ്, വ്യത്യസ്ത അർത്ഥങ്ങളുണ്ടെങ്കിലും എന്താണ്, ഈ പദങ്ങൾ അവിഭാജ്യമാണെന്ന് കാണാമല്ലേ. അപ്പോൾ ഈ ഒരു പദങ്ങൾ അവിഭാജ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു സമാധാനവും സുരക്ഷിതത്വവും. അത് വ്യക്തികൾ, സ്ഥാപനങ്ങൾ, ദേശങ്ങൾ, രാഷ്ട്രങ്ങൾ, ലോകം എന്നിവയ്ക്ക് ഭീഷണിയില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരവസ്ഥയാണ് സമാധാനവും സുരക്ഷിതത്വവും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്താണ് കോമൺ ആയിട്ട് സമാധാനവും സുരക്ഷിതത്വവും അർത്ഥമാക്കുന്നത്? എന്താണ്, നമുക്ക് വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു സ്ഥാപനങ്ങൾക്കോ നമ്മുടെ ദേശങ്ങൾക്കോ അതുപോലെ രാഷ്ട്രങ്ങൾക്കോ അല്ലെങ്കിൽ ലോകത്തിനോ എന്നിവയ്ക്ക് ഭീഷണിയില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരവസ്ഥയാണ് നമ്മുടെ സമാധാനവും സുരക്ഷിതത്വവും എന്നതുകൊണ്ട് ജനറലായിട്ട് അർത്ഥം ആക്കുന്നത്. ഓക്കെ, ഇനി സമാധാനം എന്താണെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. സമാധാനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പരിപൂർണമായി ശല്യങ്ങളോ സംഘർഷങ്ങളോ ഇല്ലാത്ത മാനസികാവസ്ഥയോ പരിസ്ഥിതിയോ അല്ല സമാധാനം. അപ്പോൾ എന്താണ് നമ്മുടെ കോൺസെപ്റ്റിൽ എന്താണ്, നമുക്ക് പ്രത്യേകിച്ച് ഒരു സംഘർഷമോ ഒരു കോൺഫ്ലിക്ട്സോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ സമാധാനം എന്ന് പറയാം. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റിൽ സമാധാനം എന്ന് പറയുന്നത് അത് മാത്രമല്ല. എന്തൊക്കെയാണ് സമാധാനത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ സമാധാനത്തെ അറിയാൻ ശ്രമിക്കുന്നത് നമ്മുടെ സാമൂഹികം, ദേശീയം, അന്തർദേശീയം എന്നീ തലങ്ങളിലാണ്. വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും വികാസം ഉറപ്പുവരുത്തുന്നതും അതുപോലെ പരസ്പര വിദ്വേഷമില്ലാത്തതുമായിട്ടുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയ അവസ്ഥയാണ് നമ്മൾ സമാധാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സമാധാനം എന്ന് ശരിക്കും പറഞ്ഞാൽ, സമാധാനത്തെ അറിയാൻ ശ്രമിക്കുന്നത് നമ്മൾ ഏതിലൂടെയൊക്കെ ആയിരിക്കണം, നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകൾ, അതുപോലെ നമ്മുടെ ദേശീയ അവസ്ഥ, അതുപോലെ അന്തർദേശീയം എന്നീ തലങ്ങളിലൊക്കെ വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും വികാസം ഉറപ്പുവരുത്തുന്നതും അതുപോലെ പരസ്പര വിദ്വേഷമില്ലാത്തതുമായിട്ടുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയ അവസ്ഥയെയാണ് നമ്മളിവിടെ സമാധാനം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് സുരക്ഷിതത്വം എന്താണെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് സുരക്ഷിതത്വം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. വ്യക്തി മുതൽ സ്ഥാപനം, ദേശം, അന്തർദേശീയം എന്നീ തലം വരെയുള്ള ശ്രേണിയുമായി സുരക്ഷിതത്വം ബന്ധപ്പെടുന്നു. ഭദ്രമായ അവസ്ഥ അല്ലെങ്കിൽ ഭയരഹിതമായ അനുഭവം എന്നാണ് സാമാന്യമായി സുരക്ഷിതത്വത്തിന് അർത്ഥം നൽകുക. അപ്പോൾ എന്താണ് സുരക്ഷിതത്വം എന്ന് പറയുന്നത്? നമുക്കറിയാം, അത് സുരക്ഷിതത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഭയമില്ലാതെ, പേടിയില്ലാതെ ജീവിക്കാനുള്ള ഒരവസ്ഥ, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഭദ്രമായിട്ടുള്ള സേഫായിട്ടുള്ള ഒരു സേഫായിട്ടുള്ളൊരു അവസ്ഥയാണ് നമ്മൾ ഈ ഒരു സുരക്ഷിതത്വം അല്ലെങ്കിൽ ആ ഒരു ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭയരഹിതമായ ഒരു അനുഭവം എന്ന് സാമാന്യമായിട്ടാണ് നമ്മൾ ഈ ഒരു സുരക്ഷിതത്തിനെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ, സ്ഥാപനത്തിൻ്റെ, പ്രദേശത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ, ലോകത്തിൻ്റെ തന്നെയും ഭദ്രതയെയും അർത്ഥമാക്കുന്നുണ്ട്. അപ്പോൾ എന്നിരുന്നാലും അത്യന്തം അപകടകരങ്ങളായ ഭീഷണിയിൽ നിന്നുമുള്ള സുരക്ഷയാണ് സുരക്ഷിതത്വം എന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ബോധത്തിൽ വിവക്ഷിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു, ഇതൊരു വ്യക്തിയുടെയും ഭദ്രതയെയും അർത്ഥമാക്കുന്നുണ്ട്. അതുകൂടാതെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്, അപകടകരങ്ങളായിട്ടുള്ള ഭീഷണിയിൽ നിന്നുമുള്ള സുരക്ഷിതത്വമാണ് ഏറ്റവും
പ്രൈമറി ആയിട്ടുള്ള ഒരു സുരക്ഷിതത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് മനുഷ്യാവകാശം പോലുള്ള കാതലായ മൂല്യങ്ങളെ നശിപ്പിക്കുന്നതും അതുപോലെ അത്തരത്തിലുള്ള ഭീഷണികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുമാണ് ഈ ഒരു സുരക്ഷിതത്വം. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് സുരക്ഷിതമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനും അതുപോലെ സുരക്ഷിതമായിട്ട് നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിൽ തന്നെ ജീവിച്ചു പോകാനും ഒക്കെ ഉള്ളൊരു കാര്യമാണ് നമ്മൾ ആഗ്രഹിക്കുക. അപ്പോൾ ഇത് മനുഷ്യാവകാശത്തിനൊക്കെ നിഷേധിക്കാതെ നമ്മുടെ കാര്യങ്ങളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് സുരക്ഷിതമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഈ ഒരു സുരക്ഷിതത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭയരഹിതമായിട്ട് നമുക്ക് ഇവിടെ നിലനിന്ന് പോകാൻ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ പരമ്പരാഗത ധാരണകൾ ഒന്ന് നോക്കാനുണ്ട്. എന്താണ് ഈ ഒരു പരമ്പരാഗത ധാരണകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സൈനികമായ ആപത്ത് അല്ലെങ്കിൽ ആയുധമേന്തിയ സംഘർഷം അല്ലെങ്കിൽ ഭീഷണി എന്നിവയിൽ കേന്ദ്രീകരിച്ചിട്ടാണ് സമാധാനത്തെയും സുരക്ഷിതത്തെയും നമ്മൾ കാണുന്നത്. കൂടാതെ ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ സൈനികമായ നടപടികളിൽ സംശയം തോന്നുമ്പോഴോ ആണ് അപകട സാധ്യതയുടെ സ്രോതസ് ഉണ്ടാകുന്നത്. ഇതൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും സ്വാതന്ത്ര്യത്തെയും രാഷ്ട്രത്തിൻ്റെ പ്രാദേശികമായ അഖണ്ഡതയെയും മനുഷ്യൻ്റെ ജീവനെയും അപകടത്തിലാക്കുന്നു. അപ്പം സുരക്ഷിതത്വവും സമാധാനവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി എന്ന നിലയിൽ സൈനിക നടപടി എന്ന ഭീഷണിയുടെ കാരണങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കണം. അതാണ് പരമ്പരാഗത ധാരണകൾ. സുരക്ഷിതത്വത്തിൻ്റെയും അതുപോലെ സമാധാനത്തിൻ്റെയും ഒരു പരമ്പരാഗതമായിട്ടുള്ള ധാരണകൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സുരക്ഷിതത്തെയും നമ്മൾ കാണുന്നത് സൈനികമായ ആപത്ത് അല്ലെങ്കിൽ ആയുധമേന്തിയിട്ടുള്ള സംഘർഷം അല്ലെങ്കിൽ ഭീഷണി എന്നിവയിൽ ഒക്കെ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ പൊതുവെ സമാധാനത്തെയും സുരക്ഷിതത്തെയും കാണുന്നത്. അതുകൂടാതെ എന്താണ് നമ്മൾ എന്തൊക്കെയാണ് ആ ഒരു പരമ്പരാഗത ധാരണയിൽ സുരക്ഷിതത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭയങ്കരമായിട്ടുള്ള കോൺഫ്ലിക്ട്സ്, അതുപോലെ രാഷ്ട്രങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ വരുന്നത്, ഓരോ നടപടികൾ അതിനനുസരിച്ചുണ്ടാകുന്നത്, ഓരോ ഭീഷണികൾ വരുന്നത്, അതൊക്കെ എന്താണ് ഈ ഒരു അപകട സാധ്യതയുടെ സ്രോതസ്സാണ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സുരക്ഷിതത്വവും സമാധാനവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ നടപടി എന്ന നിലയിൽ സൈനിക നടപടികളൊക്കെയാണ്. പൊതുവേ നമുക്ക് സൈനികരാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഒരു മറ്റൊരു രാഷ്ട്രങ്ങളോ മറ്റു ദേശങ്ങളായിട്ടൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? സൈനികരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഭീഷണിയുടെ കാരണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കാനൊക്കെയാണ് നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള ഒരു ധാരണകളിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ധാരണകൾക്ക് പുറമെ ഇനി നൂതനമായിട്ടുള്ള ധാരണകൾ എന്താണ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. സുരക്ഷിതത്വത്തെയും സമാധാനത്തെയും കുറിച്ചുള്ള നൂതനമായ ധാരണകൾ കുറച്ചുകൂടി വ്യത്യസ്തവും വൻതോതിലുള്ള ആപത്തുകൾക്കും മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിട്ടുള്ളതുമായ സൈനിക ഭീഷണികൾക്കും അതീതമാണ്. ഓക്കെ, അപ്പോൾ നൂതനമായിട്ടുള്ള ധാരണ എന്തൊക്കെയാണെന്ന് നോക്കാം. വാസ്തവത്തിൽ സാമൂഹിക സാമ്പത്തിക വികസനത്തിൻ്റെയും മനുഷ്യൻ്റെ മേന്മയുടെയും ഒരു മുൻ വ്യവസ്ഥയായി സുരക്ഷയെയും സമാധാനത്തെയും കാണേണ്ടതാണ്. പട്ടിണിയിൽ നിന്നുള്ള മോചനം, പകർച്ചവ്യാധിയിൽ നിന്നും മറ്റു രോഗങ്ങളിൽ നിന്നുള്ള മുക്തി, പരിസ്ഥിതിയുടെ അപചയം ഇല്ലാതാക്കൽ, മനുഷ്യന് നേരെയുള്ള ചൂഷണം അവസാനിപ്പിക്കൽ, എല്ലാവരുടെയും ആവശ്യങ്ങൾ നിവർത്തിപ്പിക്കൽ തുടങ്ങിയ മനുഷ്യ നന്മയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സമാധാനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും പുതിയ സങ്കല്പത്തിൽ പെടുന്നു. അപ്പം നമ്മുടെ പഴയ പരമ്പരാഗത രീതികൾ അനുസരിച്ചിട്ട് നമ്മുടെ സമാധാനവും സുരക്ഷിതത്വം എന്തിൽ മാത്രമായിരുന്നു ഉൾക്കൊണ്ടിരുന്നത്? നമ്മുടെ ഭയത്തെയും അതുപോലെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഭീഷണികൾ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഓരോ സംഘർഷങ്ങൾ, സൈനികമായിട്ടുള്ള ആ ഒരു നടപടികളൊക്കെ അനുസരിച്ചിട്ടുള്ളൊരു സുരക്ഷിതത്വം, അങ്ങനെയൊക്കെ ആയിരുന്നു. അതിനെ മാത്രമാണ് ആശ്രയിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ നൂതനമായിട്ടുള്ള സങ്കല്പങ്ങൾ അല്ലെങ്കിൽ നൂതനമായിട്ടുള്ള ധാരണകൾ അനുസരിച്ചിട്ട് നമ്മുടെ സുരക്ഷിതത്വം അഥവാ സമാധാനം എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മുടെ മനുഷ്യൻ്റെ എല്ലാ രീതിയിലുമുള്ള എല്ലാ തലത്തിലുമുള്ള സുരക്ഷയെയും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് പട്ടിണിയിൽ നിന്നുള്ള മോചനവും പകർച്ചവ്യാധിയിൽ നിന്നോ മറ്റു രോഗങ്ങളിൽ നിന്നുള്ള മുക്തിയും പരിസ്ഥിതിയുടെ അപജയം ഇല്ലാതാക്കലും മനുഷ്യന് നേരെയുള്ള എല്ലാ ചൂഷണവും അവസാനിപ്പിക്കലും എല്ലാവരുടെയും ആവശ്യങ്ങൾ നിവർത്തിപ്പിക്കൽ തുടങ്ങിയിട്ടുള്ള മനുഷ്യ നന്മയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ സമാധാനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും പുതിയ സങ്കല്പത്തിൽ പെടുന്നുണ്ട്. പൊതുവെ പറഞ്ഞാൽ ഭീകരപ്രവർത്തനങ്ങൾ, സായുധ കലാപങ്ങൾ, കൂട്ടക്കൊല, മനുഷ്യാവകാശങ്ങളുടെ നിഷേധം, ആരോഗ്യത്തെ ബാധിക്കുന്ന പകർച്ചവ്യാധികൾ, മയക്കുമരുന്ന് വ്യാപാരം, പ്രകൃതി വിഭവങ്ങളുടെ അവിവേകമായ ഉപയോഗം തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഭീഷണികളിൽ നിന്നുമുള്ള സുരക്ഷയും സമാധാനവും പുതിയ സങ്കല്പത്തിൽ പെടും. ഓക്കെ, അതാണ് ഈ ഒരു പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു ധാരണകളിൽ നിന്നും സുരക്ഷതയുടെയും അതുപോലെ
സുരക്ഷിതത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഈ ഒരു പുതിയ നൂതനമായിട്ടുള്ള ധാരണകളിലേക്ക് വരുന്ന കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ ഇന്ത്യൻ ഭരണഘടന എപ്രകാരമാണ് സംരക്ഷണം ഒരുക്കുന്നത് എന്നാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, അപ്പോൾ ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പ് വരുത്തുന്നതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്നത് ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് ഇന്ത്യയിൽ ഒരു ഫെഡറൽ സമ്പ്രദായവും ഗ്രാമനഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ, അങ്ങനെയുള്ള നമ്മുടെ എന്താണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനെ കുറിച്ചിട്ട് പരാമർശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഈ ഒരു അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ഫെഡറൽ സമ്പ്രദായം അതുപോലെ ഗ്രാമനഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഭരണഘടനയിൽ തന്നെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ അധികാരം കേന്ദ്രീകരിക്കപ്പെട്ടാൽ എന്താണ്? പ്രാദേശികമായ അസ്വസ്ഥതകൾക്കും കലാപങ്ങൾക്കും വഴിവെക്കുമെന്ന് നമ്മുടെ ഭരണഘടനാ ശില്പികൾ മനസ്സിലാക്കി. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന രാജ്യത്ത് സമാധാനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് എത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? അന്തർദേശീയ സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് രാഷ്ട്രങ്ങൾ തമ്മിൽ നീതിയുക്തവും ആദരണീയവുമായ ബന്ധം നിലനിർത്തുക എന്ന് പറയുന്നു. നെക്സ്റ്റ് പോയിന്റ് അന്തർദേശീയ നിയമങ്ങളോടുള്ള ആദരവ് പരിപോഷിപ്പിക്കുകയും പരസ്പരമുള്ള കരാറുകൾ പാലിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? മധ്യസ്ഥതയിലൂടെ അന്തർദേശീയ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുക തുടങ്ങിയവയാണ് ആ ഒരു നിർദ്ദേശങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ളത് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഭരണഘടന തന്നത്? സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ട് അന്തർദേശീയ സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ രാഷ്ട്രങ്ങൾ തമ്മിൽ നീതിയുക്തവും ആദരണീയവും ആയ ബന്ധം നിലനിർത്തണം. അന്തർദേശീയ നിയമങ്ങളോടുള്ള ആദരവ് പരിപോഷിക്കുകയും പരസ്പരമുള്ള കരാറുകൾ പാലിക്കുകയും ചെയ്യണം. അതുപോലെ എന്താണ്? മധ്യസ്ഥതയിലൂടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, തർക്കങ്ങൾ, അന്തർദേശീയ തർക്കങ്ങൾക്കൊക്കെ തീർപ്പ് കൽപ്പിക്കുകയോ ഒക്കെയാണ് ആ ഒരു നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. അന്തർദേശീയ തലത്തിൽ അന്തർദേശീയ സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നയമാണ് ഇന്ത്യ സ്വീകരിച്ചത്. അത് ആഗോളതലത്തിലും പ്രാദേശിക തലത്തിലും സമാധാനം, സമമായ സാമ്പത്തിക വികസനം, മനുഷ്യാവകാശങ്ങൾക്ക് പ്രോത്സാഹനം, ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യ എല്ലാ പിന്തുണയും നൽകിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹിക നീതി, മതേതരത്വം, തുല്യമായ സാമ്പത്തിക വികസനം, സാമൂഹികമായ അസമത്വങ്ങൾ ഇല്ലാതാക്കൽ എന്നിവയെല്ലാം ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമായി ഇന്ത്യ പ്രവർത്തിച്ചു. വിവേചനം, അവഗണന തുടങ്ങിയ തോന്നലുകളാണ് അസംതൃപ്തി വളർത്തുന്നതും അത് പ്രതിഷേധത്തിലേക്ക്, രാഷ്ട്രീയ കലാപത്തിലേക്ക് നയിച്ച സമാധാനത്തിനും ശിക്ഷയ്ക്കും ഭീഷണിയായി മാറുന്നത്. ായിട്ട് ഈ ഒരു നിർദ്ദേശങ്ങൾക്ക് പുറമെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ ആഗോള തലത്തിലും അതുപോലെ പ്രാദേശിക തലത്തിലും ഒക്കെ എന്താണ്? സമാധാനവും അതിന് സമമായിട്ടുള്ള സാമ്പത്തിക വികസനവും മനുഷ്യാവകാശങ്ങളുടെ പ്രോത്സാഹനവും അതുപോലെ ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കാനൊക്കെ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യ എല്ലാ പിന്തുണയും നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ദേശീയ തലത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹിക നീതി, മതേതരത്വം, അതുപോലെ തുല്യമായ സാമ്പത്തിക വികസനവും സാമൂഹികമായിട്ടുള്ള അസമത്വങ്ങളൊക്കെ ഇല്ലാതാക്കാനും ഒക്കെ എന്നിവയിലെല്ലാം ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ട് തന്നെ ഇന്ത്യ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടന നമ്മൾ എപ്രകാരമാണ് സംരക്ഷണം ഒരുക്കിയത്, അതുപോലെ നമ്മൾ എങ്ങനത്തെ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു ചെയ്തതെന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയിൽ സമാധാനത്തിനും സുരക്ഷയ്ക്കുമുള്ള മുഖ്യമായിട്ടുള്ള ഭീഷണികൾ ഏതെല്ലാമാണ്. ആ ഒരു ഭീഷണികളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ സമാധാനത്തിനും സുരക്ഷയ്ക്കുമുള്ള മുഖ്യമായ ഭീഷണികൾ എന്തൊക്കെയാണെന്ന്. അപ്പം നമുക്കറിയാം, നമ്മൾ ഇന്ത്യയെ പോലെ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഈ ഒരു പ്രതിഷേധങ്ങൾ, അതുപോലെ പ്രകടനങ്ങൾ, പണിമുടക്കുകൾ, ബന്ദുകൾ, ഹർത്താൽ, സമരമാർഗങ്ങൾ എന്നിവയൊക്കെ നടത്തിയിട്ട് തങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും ഒക്കെ സർക്കാരിൻ്റെയോ മറ്റ് അധികാരികളുടെയോ ഒക്കെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ട്
നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എന്നാലും എന്താണ് ഭീകരപ്രവർത്തനങ്ങൾ, സായുധ കലാപങ്ങൾ, നക്സലൈറ്റ് ആക്രമണങ്ങൾ തുടങ്ങിയവയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനത്തിനും സുരക്ഷതയ്ക്കും മുഖ്യമായിട്ടുള്ള ഭീഷണി. അപ്പോൾ നമ്മൾ നടത്തുന്ന പോലെ ഈ ഒരു ഹർത്താൽ, ചെറിയ ചെറിയ പ്രതിഷേധങ്ങളേക്കാൾ നമ്മൾ നേരിടേണ്ട വലിയൊരു പ്രതിഷേധങ്ങൾ, അതുപോലെ വലിയൊരു പ്രവർത്തനങ്ങളാണ് ഈ ഒരു ഭീകരപ്രവർത്തനങ്ങളും സായുധ കലാപവും നക്സലൈറ്റ് പ്രസ്ഥാനവും ഒക്കെ. അപ്പോൾ അതാണ് നമ്മൾ ഇന്ത്യയിൽ സമാധാനത്തിനും സുരക്ഷിതയ്ക്കൊക്കെ മുഖ്യമായിട്ട് വരുന്ന ഭീഷണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഭീകരപ്രവർത്തനങ്ങൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭീകരപ്രവർത്തനം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ശാന്തിക്കും എതിരായ ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്നാണ് ഈ ഒരു ഭീകരപ്രവർത്തനം. അപ്പോൾ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നവർ കൂടുതലും എന്താണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഇന്ത്യയിൽ തന്നെ ഇവരുടെ ചില ഭീകരാശയങ്ങൾ ഉൾക്കൊണ്ടവരും വിദേശങ്ങളിൽ പരിശീലനം സിദ്ധിച്ചിട്ടുള്ളവരുമാണ്. ഇത്തരം ഭീകരപ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന കലാപങ്ങളും കൂട്ടക്കൊലപാതകങ്ങളും രാജ്യത്തിൻ്റെ ശാന്തിയും സമാധാനവും ഇല്ലാതെയാക്കുന്നു. അപ്പോൾ അതാണ് മെയിനായിട്ട് വരുന്ന നമ്മൾ നേരിടുന്ന ഒന്നാമത്തെ മുഖ്യമായിട്ടുള്ള ഒരു ഭീഷണികളിലൊന്ന്. നമ്മുടെ സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും എതിരായിട്ട് നമ്മൾ നേരിടുന്ന മുഖ്യമായിട്ടുള്ള ഭീഷണി ഭീകരപ്രവർത്തനങ്ങളാണ്. ഭീകരപ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഭീകരവാദികളുണ്ടാവും. അതുപോലെ അവർ കൂടുതൽ എന്താണ് പുറമേയുള്ള രാജ്യങ്ങളിൽ നിന്നിട്ടും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അവർ ഇന്ത്യയിൽ തന്നെ വന്ന് അവരുടെ ഭീകര ആശയങ്ങളൊക്കെ മറ്റുള്ളവരെ കൂടി ഇൻഫ്ലുവൻസ് ചെയ്ത് അവരുടെ ആ ഒരു ഇതിലോട്ട് അവരെ എത്തിച്ചിട്ട് ഭീകര പ്രവർത്തനത്തിൽ ഏർപ്പെടാനൊക്കെ സജ്ജരാക്കുന്ന അത്തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് ഈ ഒരു ഭീകര പ്രവർത്തനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ആ ഒരു ഭീഷണി എന്ന് പറയുന്നത് സായുധ കലാപമാണ്. സായുധ കലാപം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വ്യവസ്ഥാപിതമായ ഒരു അധികാര കേന്ദ്രത്തിനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ എതിരായിട്ട് ആയുധമെടുത്തുള്ള കലാപത്തെയാണ് സായുധ കലാപം എന്ന് പറയുന്നത്. അപ്പം കുറച്ച് ആളുകൾ നമ്മുടെ ഈ ഒരു മൊത്തത്തിലുള്ള ഈ ഒരു എന്താണ് പ്രസ്ഥാനങ്ങൾക്ക്, നമ്മുടെ ഗവൺമെൻറ്റിനെതിരെയായിട്ട് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പൊതു താല്പര്യങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അധികാര കേന്ദ്രത്തിനോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിനൊക്കെ എതിരായിട്ട് ആയുധമെടുത്തിട്ടുള്ളൊരു കലാപത്തെയാണ് നമ്മൾ സായുധ കലാപം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ തന്നെ എന്താണ് ഇന്ത്യ അക്രമവുമായി ബന്ധപ്പെട്ട കലാപ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് ഈ ഒരു ജമ്മു കാശ്മീർ, ആസാം, മിസോറാം, നാഗാലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരം കലാപ സംഘങ്ങൾ തന്നെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം ഇന്ത്യക്കാരാണെങ്കിലും എന്താണ് പലപ്പോഴും വിദേശ രാജ്യങ്ങളുടെ സഹായം ഇവർക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ സമാധാനം തകർക്കാൻ മനഃപൂർവ്വമായിട്ട് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് വിദേശ രാജ്യങ്ങളുടെ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ ഒരു ഭൂരിപക്ഷം ഭീകരവാദ സംഘങ്ങളൊക്കെ. അപ്പോൾ അതിനെയാണ് നമ്മൾ സായുധ കലാപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും നമ്മൾ നേരിടുന്ന മുഖ്യമായിട്ടുള്ളൊരു ഭീഷണി തന്നെയാണ് സായുധ കലാപം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് നക്സലൈറ്റ് പ്രസ്ഥാനം. നക്സലൈറ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിൻ്റെയും വ്യാപിക്കലിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന കടുത്ത ചില അതൃപ്തികളാണ്. അപ്പം നമുക്കറിയാം നക്സലൈറ്റ് ആയിട്ട് വരുന്ന ആളുകൾ എന്ന് പറയുന്നത് പൊതുവെ പട്ടികജാതിയിലും പട്ടികവർഗ്ഗക്കാർക്കും ഇടയിലൊക്കെയുള്ള ദളിത് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഒരു സംഘടനയുടെ ഭാഗമാവുന്നത്. അപ്പം ഏറ്റവും അധികം വിവേചനം അനുഭവിക്കുന്ന ഒരു വിഭാഗം എന്ന നിലയിൽ ഇവരെ എന്താണ് ഭരണവർഗത്തിനെതിരെയും സമ്പന്ന വിഭാഗത്തിനെതിരെയും ഒക്കെ തിരിക്കുക എന്നത് എളുപ്പമായിരുന്നു. അപ്പോൾ ഈ ഒരു പശ്ചിമ ബംഗാളിലാണ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ തുടക്കം. ഈ ഒരു നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്, പശ്ചിമ ബംഗാളിൽ. അപ്പോൾ കേരളത്തിലെ ചില മേഖലകളിലും ഇന്നും നക്സലൈറ്റ് പ്രവർത്തനം ചെറിയ തോതിലെങ്കിലും നടക്കുന്നുണ്ട്. അപ്പോൾ സായുധ വിപ്ലവത്തിലൂടെ സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിക്കാനാണ് അവർ ശ്രമിച്ചത്. അപ്പോൾ അവരെന്താണ് ഈ ഒരു എഗെയിൻസ്റ്റ് ആയിട്ട്, അപ്പം നമ്മുടെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേന്ദ്ര പ്രസ്ഥാനത്തിനൊക്കെ എതിരായിട്ട് ഈ ഒരു ആളുകളെ തിരിക്കാൻ എളുപ്പമായിരുന്നു. എന്ന് വെച്ചാൽ അവരാണ് ഏറ്റവും കൂടുതൽ വിവേചനം അനുഭവിച്ചുകൊണ്ടിരുന്നത്. ദളിതരായിട്ടുള്ളവർ, അതുപോലെ പട്ടികവർഗ്ഗങ്ങൾക്കിടയിലുള്ള ആളുകൾ, അതുപോലെ സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ള ആളുകൾക്ക് എന്തായിരുന്നു പണ്ട് കുറേ വിയോജിപ്പുകളും കുറേ അവരെ മാറ്റി നിർത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇവർക്ക് ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിനെതിരെ തിരിയാൻ എളുപ്പമായിരുന്നു. അങ്ങനെ അവർക്കിടയിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു നക്സലൈറ്റ് പ്രസ്ഥാനത്തിലോട്ട് മുന്നോട്ട് വന്നത്. അതുപോലെ നക്സലൈറ്റ് പ്രസ്ഥാനം ആദ്യമായിട്ട് ഇന്ത്യയിൽ പശ്ചിമ ബംഗാളിലാണ് ഇത് ഫസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നയരൂപീകരണത്തിൽ സ്വാതന്ത്ര്യം നിലനിർത്തുക, അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കുക,
മറ്റു രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുക, ഐക്യരാഷ്ട്ര സംഘടനയെ പിന്തുണയ്ക്കുക, നിരായുധീകരണം, കോളനിവൽക്കരണം വിരുദ്ധം, സാമ്രാജ്യത്വ വിരുദ്ധം, വംശീയ വിരുദ്ധം, വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ സഹകരണം, ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ഇന്ത്യ സ്ഥിരമായി ചേരിചേരാ നയമാണ് പിന്തുടരുന്നത്. ഓക്കെ, അതൊക്കെയാണ് ഇന്ത്യയിലെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന ഉദ്ദേശങ്ങൾ. ഒരു നയരൂപീകരണത്തിൽ സ്വാതന്ത്ര്യം നിലനിർത്തുക, പിന്നെ അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കുക, അതൊക്കെയാണ് ഇന്ത്യയിൽ വിദേശ നയത്തിൻ്റെ പ്രധാന ഉദ്ദേശങ്ങൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് എപ്രകാരമുള്ള പിന്തുണയാണ് ഇന്ത്യ നൽകിക്കൊണ്ടിരുന്നത്. എന്താണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. അപ്പോൾ അത് അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷിതത്വം, നിരായുധീകരണം ഇതിനൊക്കെ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു സംഘടന എന്ന പേരിൽ നമ്മൾ ഐക്യരാഷ്ട്ര സംഘടനയെ പറയുന്നു. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് എപ്രകാരമുള്ളൊരു പിന്തുണയാണ് ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് നോക്കാം. ലോകരാഷ്ട്രീയത്തിൽ സമാധാനപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നതായ ഒരു മാധ്യമമായിട്ടാണ് ഐക്യരാഷ്ട്രസഭയെ ഇന്ത്യ കാണുന്നത്. അപ്പോൾ നമ്മുടെ ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള സമാധാനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ഒക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഐക്യരാഷ്ട്ര സംഘടനയെ കൊണ്ട് സാധിക്കും. അത്തരത്തിലുള്ള രീതിയിലാണ് നമ്മൾ ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയെ കാണുന്നത്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ 51 സ്ഥാപക രാജ്യങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ ഇന്ത്യ അന്തർദേശീയ സമാധാന, സുരക്ഷ, നിരായുധീകരണം തുടങ്ങിയ അതിൻ്റെ എല്ലാ ശ്രമങ്ങളിലും അകമഴിഞ്ഞ പിന്തുണ നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കുന്നതിന് UN നേതൃത്വം വഹിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നു. അപ്പോൾ വികസ്വര രാജ്യങ്ങളുടെ വികസന കാര്യങ്ങളിൽ സജീവമായി വഹിക്കണമെന്നും ഇന്ത്യ UN-നോട് ആവശ്യപ്പെടുന്നു. ചേരിചേരാ രാഷ്ട്രങ്ങൾ അതിൻ്റെ സഖ്യബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിയാത്മകവും അർത്ഥവത്തുമായ പങ്ക് UN-ൽ വഹിച്ച് വൻ രാഷ്ട്രങ്ങൾ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ലോക സംഘടനയെ ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കുവാൻ കഴിയുമെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നു. അപ്പോൾ അന്തർദേശീയ സമാധാനത്തിൻ്റെയും സുരക്ഷിതത്വത്തിനും മുഖ്യമായ പങ്ക് UN സെക്യൂരിറ്റി കൗൺസിൽ വഹിക്കുന്നത് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ സ്ഥിരം അംഗത്വം ലഭിക്കാൻ യോഗ്യതയുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് എപ്രകാരമാണ് ഇന്ത്യ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ രാജ്യങ്ങളിൽ സജീവമായിട്ട് പങ്കുവയ്ക്കാൻ UN-ൻ്റെ നേതൃത്വം വഹിക്കണമെന്നും അതുപോലെ ഇന്ത്യ ആവശ്യപ്പെടുന്ന എല്ലാ രാജ്യങ്ങളിൽ സജീവമായിട്ട് വികസന കാര്യങ്ങൾക്ക് സജീവമായിട്ട് പങ്കുവയ്ക്കണമെന്നൊക്കെ ഇന്ത്യ UN-നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ചേരിചേരാ രാഷ്ട്രങ്ങൾക്ക് എന്താണ് ചേരിചേരാ രാഷ്ട്രം എന്ന് പറയുന്നത്? നമുക്ക് ഇന്ത്യയിലേക്ക് എന്താണ് ഇന്ത്യയുടെ ഒരു ചേരിചേരാ നയം എന്താണ്? നമുക്ക് ലോകത്തിൽ 2 ചേരികളുണ്ട്. അമേരിക്കയുടെ ചേരികളുണ്ട്, അതാണ് മുതലാളിത്ത ചേരി, അതുപോലെ റഷ്യയുടെ സോഷ്യലിസ്റ്റ് ചേരിയുമാണുള്ളത്. ബട്ട് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു 2 ചേരിയിലും ചേരാതെ നിൽക്കുന്ന, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് ഇന്ത്യ. ഇന്ത്യ UN-നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പം ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. അതുപോലെ അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷ, നിരായുധീകരണം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന പ്രയത്നിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇതിൽ നമ്മൾ സമാധാനത്തിൻ്റെയും അതുപോലെ സുരക്ഷിതത്വത്തിനെയും പറ്റിയിട്ടാണ് പറഞ്ഞത്. സുരക്ഷിതത്വവും ഇതിൻ്റെ പരമ്പരാഗത ധാരണകൾ, അതുപോലെ നൂതനമായിട്ട് സുരക്ഷിതത്വവും സമാധാനത്തിൻ്റെയും ആ ഒരു ധാരണകൾ എന്തൊക്കെയാണ്, അതുപോലെ നമ്മുടെ ജനാധിപത്യവും വികസനവുമായി എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? ഇന്ത്യയിൽ സമാധാനത്തിനും സുരക്ഷയ്ക്കും മുഖ്യമായിട്ട് നമ്മൾ നേരിടുന്ന ഭീഷണികൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇന്ന് ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.